ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് ഞാനും നിങ്ങളും ബുദ്ധിമുട്ടുന്ന ചെറിയൊരു കാര്യത്തിന് എൻ്റെ പേരിൽ 1-2 സൊല്യൂഷൻ തരാൻ വേണ്ടിയിട്ടാണ്. അതെനിക്കും നിങ്ങൾക്കും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പടച്ച റബ്ബ് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് 1-2 നിർദ്ദേശങ്ങൾ. ഒന്ന്, നിങ്ങൾ എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളിൽ ഒരാളായി ഞങ്ങൾ കണ്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളെയും കൂടെ കൂട്ടണം. ഓക്കെ, ഏതായാലും നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളൊക്കെ നമ്മുടെ എല്ലാ ജോലി തിരക്കുകളും മാറ്റിവെച്ച് നമ്മളൊന്ന് നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. നിസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോയ പല കാര്യങ്ങളും കൂടെ നമുക്കവിടെ ഓർത്തെടുക്കാൻ കഴിയും. ആ ഒരു ഓർമ്മയിലേക്ക് നമ്മളത് കൊണ്ടുവരും. അത് ഇബ്ലീസിൻ്റെ മറ്റൊരു വികൃതിയാണ്. അപ്പോൾ അതിനുള്ള 1-2 സൊല്യൂഷൻ ഇവിടെ പറയുകയാണ്. അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിച്ചു നോക്കുക. അത് നമുക്ക് കഴിയട്ടെ. നമ്മൾ ഒന്നെടുത്ത് വന്ന് നിസ്കാരപ്പായിലേക്ക് നിന്ന് കഴിഞ്ഞ് നമ്മൾ നിസ്കരിക്കാനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ ധരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആയത്തുൽ കുർസി ഓതുക. ആയത്തുൽ കുർസി നമ്മൾ ഓതാൻ നമ്മുടെ മനസ്സിൽ നമുക്കുണ്ടാവും. നിസ്കരിക്കുന്നതിന് മുൻപ് നമ്മൾ ആയത്തുൽ കുർസി ഓതണം എന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ നമ്മൾ നിസ്കാരക്കുപ്പായിട്ട് നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആയത്തുൽ കുർസി നമ്മൾ മറന്നു പോകും. അത് ഇബ്ലീസ് നമ്മളെ നിന്ന് മറപ്പിക്കുന്നതാണ്. അപ്പം നമ്മൾ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മൾ ആയത്തുൽ കുർസി ഓതാനും അത് നമ്മളെ ജീവിതത്തിൽ പതിവാക്കാനും വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നിസ്കാരത്തിൽ നമുക്ക് നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. അതുപോലെ തന്നെ നമ്മൾ നിയ്യത്ത് വെച്ച് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈ കെട്ടുന്ന സമയത്ത് നമ്മൾ മറ്റെല്ലാം നമ്മൾ മറക്കുക. ഇനി അള്ളാഹു മാത്രമാണ് എൻ്റെ ചിന്ത, അള്ളാഹുവിനോട് മാത്രമാണ് ഇനി എനിക്ക് സംസാരിക്കാനുള്ളത്, ഞാനിവിടെ സംസാരിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും നമ്മൾ ഉൾമനസ്സിൽ നമ്മളത് കരുതിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ കരുതിക്കൊണ്ടിരിക്കുമ്പോൾ പതുക്കെ നമ്മളെ ശ്രദ്ധ പിന്നെ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് തോന്നും നമ്മൾ അള്ളാഹുവിനോടാണ് സംസാരിക്കാൻ പോണത്, ഇവിടെ നമ്മൾക്ക് വേറൊന്നിനും പ്രസക്തിയില്ല എന്ന് നമുക്കൊരു തോന്നൽ വരും. പിന്നീട് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ശ്രദ്ധ നിസ്കാരത്തിൽ കേന്ദ്രീകരിക്കാനും കഴിയും. അപ്പോൾ എനിക്കും നിങ്ങൾക്കും അതിന് കഴിയട്ടെ, സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം നിങ്ങളുടെ ദുആയിലൊക്കെ ഞങ്ങളെ ഉൾപ്പെടുത്തുക. നല്ല രീതിയിൽ നിങ്ങളുടെ കമൻറ്റുകൾ മോശമാണെങ്കിലും നല്ല രീതിയിലുള്ള കമൻറ്റുകളാണെങ്കിലും അതും ഞങ്ങളുമായി ഷെയർ ചെയ്യണം. ഇതുപോലെ നല്ല നല്ല ടിപ്സുകൾ നിങ്ങളിലുണ്ടാകും. അതുപോലെ ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ ഷെയർ ചെയ്യണമെന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ദുആ വസിയത്തോടു കൂടി. അസ്സലാമു അലൈക്കും.